ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഉർവശി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഉർവശി തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തമിഴിൽ കമലഹാസനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രജനികാന്തിനോടൊപ്പം നടി അഭിനയിച്ചിട്ടില്ല. എന്നാൽ രജനി സാറിനോടൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം വന്നിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി. ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മുത്തു എന്ന സിനിമയിലേക്ക് എനിക്ക് ഓഫർ വന്നു. അതിൽ രജനി സാറിനെ വാടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന കഥാപാത്രമായിരുന്നു. ദേ ഇങ്ക വാടാ എന്നൊക്കെ വിളിക്കണമായിരുന്നു. മറ്റാര് വിളിച്ചാലും ഓഡിയൻസ് അംഗീകരിക്കില്ല. അതിൽ ഞാൻ ഒരല്പം കൊഞ്ചിച്ചു വളർത്തിയ പെണ്ണിന്റെ റോളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മുത്തുവിനെ ചെറുപ്പം മുതൽക്കേ അറിയാവുന്ന കുട്ടിയായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് പൂർത്തിയായപ്പോൾ എൻ്റെ കഥാപാത്രം ഒത്തിരി ഡൊമിനേറ്റ് ആയി പോയി. അഡ്വാൻസും വാങ്ങി ഞാൻ ഷൂട്ടിങ്ങിന് തയ്യാറായി നിൽക്കുന്ന സമയമായിരുന്നു അത്. ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കുറച്ചാൽ ശരിയാവാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവസാനം ആ കഥാപാത്രത്തെ മുഴുവനായി റിമൂവ് ചെയ്യുകയായിരുന്നു. അതിലെ മീന ചെയ്ത റോളല്ല ഞാൻ പറയുന്നത്. ആ വീട്ടിലെ മറ്റൊരു കഥാപാത്രമായിരുന്നു എൻ്റേത്. അതിൽ മുത്തുവിനെ സ്നേഹിച്ചു നടക്കുന്ന കഥാപാത്രമായി തോന്നുമെങ്കിലും അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇന്നസെന്റായ ഒരു കഥാപാത്രമായിരുന്നു അത്. എന്നാൽ അത് നടക്കാതെ പോയി. സാരമില്ല, രജനി സാർ ഇപ്പോഴും സിനിമയിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ സാധ്യത ഉണ്ടാകുമെന്ന് ഉർവശി പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.